കോഴിക്കോട് സീബ്ര ലൈനിൽ വയോധികൻ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ പ്രതി വ്യാജ ഡോക്ടർ. മലപ്പുറം താനൂർ അഞ്ചുട്ടി സ്വദേശിയായ MP റിയാസ് ആണ് പ്രതി. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും. അനഘ പറയും. ഗൗതം, ഈ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നതിനിടയിൽ ഈ ഉള്ളേരി സ്വദേശിയായിട്ടുള്ള ഗോപാലനും അതുപോലെ തന്നെ കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള സജിതയെയും ഈ കാർ ഇടിക്കുന്നത്. ഈ ഗോപാലൻ തൽക്ഷണം തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു. സജിത ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്ന് ഈ കാർ ഓടിച്ചിരുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള റിയാസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് റിയാസ് പോലീസിനോട് പറഞ്ഞത് താൻ ഡോക്ടറാണ് എന്നായിരുന്നു. തുടർന്ന് പോലീസ് ഇയാൾക്കെ കുറിച്ചൊരു അന്വേഷണം നടത്തുന്നു, മലപ്പുറം സ്വദേശിയായിട്ടുള്ള റിയാസിനെ കുറിച്ച്. അങ്ങനെ ഈ അന്വേഷണത്തിലാണ് ഇയാൾ വ്യാജ ഡോക്ടറാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇയാൾ നേഴ്സാണ്. ഈ മലപ്പുറത്ത് ഇത്തരത്തിൽ താൻ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സ തുടരുന്ന ഒരു ഡോക്ടറാണ് എന്നുകൂടി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് ഇയാളെ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇയാൾ ഇത്തരത്തിൽ വ്യാജ ഡോക്ടർ ചമഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും, കേരളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ ചികിത്സ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ അപകടമുണ്ടാക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പക്ഷേ റിയാസിനെ ഈ ഇത്തരത്തിലുള്ള ഈ വ്യാജ ഡോക്ടർ ഈ സർട്ടിഫിക്കറ്റ് അടക്കം റിയാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ലഭിച്ചു എന്നതടക്കമുള്ള കാര്യത്തിലൊക്കെ തന്നെ വിശദമായ അന്വേഷണത്തിലാണ് പോലീസ്. കോഴിക്കോട് വയോധികൻ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ വ്യാജ ഡോക്ടറാണ് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്നും വാർത്തകൾ പങ്കുവച്ചത്.